മരണം എവിടെ വെച്ച് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും സഹോദരങ്ങളെ, നമുക്ക് ആർക്കും അറിയില്ല. ഇദാ അറാദല്ലാഹു ഖബിൽ റൂഹി അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹജ്ജ. എന്റെ മരണം റബ്ബ് തീരുമാനിക്കുന്നത് ഈ പ്രദേശത്ത് വെച്ചാണെങ്കിൽ എനിക്കൊരു നിലക്കും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. ഒരാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. എന്റെ മരണം അല്ലാഹു ഇന്ന സ്ഥലത്താണ് തീരുമാനിച്ചതെങ്കിൽ ആ സ്ഥലത്തേക്ക് അല്ലാഹു എന്നെ എത്തിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങൾ. അല്ലേ, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, പക്ഷേ ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയാണ്, ഉപ്പാക്ക് മരണത്തിന്റെ വേദന ഉണ്ടോ, മരണത്തെ പേടി തോന്നുന്നുണ്ടോ ഉപ്പ എന്ന് ചോദിക്കുകയാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, മോനെ, ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസം വലിക്കുന്നത് പോലെയാണ് ഈ സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞാൻ ഈ ശരീരത്തിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ നിങ്ങളും അതനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച, മൂന്നാമനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുന്ന മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതം തെക്കുവയിലൂടെ മുന്നോട്ട് നയിക്കാൻ എനിക്കൊരു നസീഹത്ത് തന്നാലും, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഏറ്റവും നല്ല ഉപദേശം എന്താണെന്നറിയ സഹോദരങ്ങളെ, കഫാ ബിൽ മൗതി വഇലൻ യാ ഉമർ. നിന്റെ ജീവിതത്തിൽ, നിന്റെ ചിന്തകളിൽ, നിന്റെ സ്മരണകളിൽ എല്ലാം മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. നീ ഒറ്റക്ക് കിടക്കുമ്പോ, പടച്ചവനെ, ഈ ഒരു കിടത്തം എന്റെ അവസാനത്തേതായിരിക്കുമോ? സഹോദരങ്ങളെ, ഈ ഇരുത്തത്തിൽ, ഈ നൃത്തത്തിൽ അല്ലാഹു നമ്മളെ പിടികൂടിയാൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും സഹോദരങ്ങളെ? അതുകൊണ്ട് ആ മരണത്തെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി ആ ഉപദേശം, ഉമറേ, നിനക്ക് തഖ്വയുണ്ടാകണോ, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഈമാനും ഇഖ്ലാസും കെട്ടിപ്പടുക്കണോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ സദാസമയവും മരണത്തെക്കുറിച്ച് നീ ഓർത്തുകൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുന്നതിന് മുമ്പ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സർവസ്വവും, സർവ ഇബാദാത്തുകളും, സർവ അമലു സാലിഹാത്തുകളും, സർവ സദഖാത്തുകളും സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സമർപ്പിക്കപ്പെട്ട മനുഷ്യനായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മരണം ഉറപ്പാണ്. പക്ഷെ മരിക്കുമ്പോ കൂമ്പ നിറയെ അമലുകൾ ഉണ്ടാകണം. നിധിക്കുംഭാരങ്ങളായി സ്വതക്കകൾ കൊടുത്ത അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകണം. നമസ്കാരത്തിന്റെയും സകാത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും അങ്ങനെയുള്ള ഇബാദാത്തുകളുടെ നിധി കൂമ്പാരവുമായി അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഒന്നും വേണ്ട സഹോദരങ്ങൾ, ഒരാളെ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെ? ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ. ആർക്കും എന്റെ സംസാരം കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹം ഉണ്ടാകരുത് റബ്ബേ, ആരെയും ഞാൻ വേദനിപ്പിക്കരുത് റബ്ബേ എന്ന ചിന്തയോട് ആരോടും മാന്യമായി സംസാരിക്കുക, മാന്യമായി പെരുമാറുക. അതിന് വലിയ നിധിയാണ് സഹോദരങ്ങളെ. മരിച്ചു പോകുമ്പോ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഉപകാരം ഉണ്ടായിരുന്നു, അത് പറയിപ്പിക്കാൻ വെറുതെ കഴിയില്ല സഹോദരങ്ങളെ. എല്ലാവർക്കും ഉപകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ ഏത് പാതിരാത്രിയിൽ വിളിച്ചാലും, ഏതൊരാവശ്യം പറഞ്ഞാലും അയാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നന്മകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു, സഹായിക്കുന്ന മനുഷ്യനായിരുന്നു, നല്ല തൗഹീദുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ മരിച്ചാലും ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലത്തോളം ആളുകൾ നമ്മളെപ്പറ്റി നല്ലത് പറയണം സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.
അല്ലാഹുമ്മ ഇന്നി അലാ ഉമറാത്തിൽ മൗതി വസഖറാത്തിൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ഉമറാത്തിൽ മൗതി, മരണത്തിന്റെ ഭയാനകമായ വേദനയിൽ നിന്നും, വസഖറാത്തിൽ മൗതി, മരണത്തിന്റെ വെപ്രാളത്തിൽ നിന്നും നീ എന്നെ സഹായിക്കണമേ, രക്ഷപ്പെടുത്തണേ, അതിലെനിക്ക് ആശ്വാസം നൽകണേ, സമാധാനം പ്രദാനം ചെയ്യണേ എന്ന് നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണത്തെ മുഖാമുഖം കാണാണ്. അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട് സഹോദരങ്ങളെ. അദ്ദേഹം പറയാണ്, എത്യോപ്യയിൽ നിന്നും കറുകറുത്ത മനുഷ്യരായി അടിമയായി ഞാൻ മക്കയിൽ വന്നു. ആ മക്കയിൽ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യസന്ദേശം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. ആ സമയത്ത് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗം ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് വീടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് സുന്ദരമായൊരു വീടുണ്ട്, കൺകുളിർമയെ കാണാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇതാ എന്റെ വീടിന്റെ ഒരു റൂമിൽ ദിനാർ നിറച്ചു വെച്ചിരിക്കുന്നു, മറ്റൊരു റൂമിൽ ദിർഹം ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്, മറ്റൊരു റൂമിൽ എനിക്ക് കാലങ്ങളോളം സുഭിക്ഷമായി ഐശ്വര്യമായി ഭക്ഷിക്കാൻ കഴിയുന്ന, ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ധാന്യങ്ങൾ ഞാൻ നിറച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഈ സൗഭാഗ്യങ്ങൾ നൽകിയിട്ട്, ദിനാറിന്റെയും ദിർഹമിന്റെയും ധാന്യങ്ങളുടെയും ഈന്തപ്പഴത്തിന്റെയും ഐശ്വര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നൽകിയിട്ട് നാളെ അള്ളാഹുവിനെ കാണുമ്പോൾ എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരാ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ബിലാലും ഫിൽ ജന്നാ, ബിലാലിന് സ്വർഗമുണ്ട് എന്ന് തന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് കരയുകയാണ്. എന്തിന്റെ പേരിൽ? ജീവിതത്തിൽ ഐശ്വര്യം ലഭിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതാവസാനം വരെ നിരന്തരമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്തറിയോ? അള്ളാഹുവേ, പാവപ്പെട്ടവനായി ജനിപ്പിക്കുകയും ദരിദ്രനായി ജീവിപ്പിക്കുകയും പാവപ്പെട്ടവനായി കൊണ്ട് തന്നെ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണേ. സഹോദരങ്ങളെ, മരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് ജീവിതത്തെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ നിയ്യത്തിനെ ഒക്കെ ഒന്ന് നന്നാക്കാൻ നമുക്ക് ഇനി അവസരമുണ്ടാകുമോ എന്നറിയില്ല. സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ഓരോ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. രോഗം വരാൻ, മരണം വരാൻ ആർക്കും എപ്പോഴും വരാം. പക്ഷേ ആ മരിക്കുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാനുള്ള വക എന്താണെന്നറിയോ? അള്ളാഹു ആരോഗ്യവും ആയുസ്സും സാഹചര്യങ്ങളും നൽകിയിരുന്ന സമയത്ത് അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാൻ കഴിയുക, ഇബാദാത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കാൻ കഴിയുക, അള്ളാഹു പരിമിതമായി നൽകിയ സമ്പത്താണെങ്കിലും അതിൽ നിന്നും അർഹതപ്പെട്ട ആളുകളിലേക്ക് സ്വതക്കയായി നൽകാൻ കഴിയുക, അള്ളാഹുവിനെ കഴിവിന്റെ അത്ര സമയം ദിക്റുകൾ കൊണ്ട്, ദുആവുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടേ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. മരണക്കിടക്കയിലാണെങ്കിലും വെന്റിലേറ്ററിലാണെങ്കിലും അള്ളാഹു സന്തോഷം നൽകും ആ മനുഷ്യന് എന്നാണ്. അതുപോലെ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം, സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാർ.